ഈ ആഴ്ചത്തെ വീക്കെൻഡിനൊരു പ്രത്യേകതയുണ്ട്. അത് എല്ലാ ആഴ്ചത്തെയും പോലെ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് ആയിരിക്കില്ല, ഫിനാലെ വീക്കെൻഡ് ആയിരിക്കും. അപ്പോൾ ഫിനാലെ വീക്കെൻഡിൽ മുമ്പ് വീട്ടിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എല്ലാ സീസണുകളിലും മുമ്പത്തെ, അതായത് ഈ സീസണിലുണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻറ്റുകളും വീട്ടിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരും. 2-3 ദിവസം അവരവിടെ സ്റ്റേ ചെയ്തിട്ട് അവരെല്ലാം പോകും. അതായത് എവിക്റ്റായിപ്പോയി എല്ലാ ആൾക്കാരും ഉണ്ടാകും. അങ്ങനെ അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു കയറാനായിട്ട് ഒരുമാതിരിപ്പെട്ട കണ്ടസ്റ്റൻസുകളെല്ലാം തന്നെ എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോകളും ഫോട്ടോസും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചാരികയുണ്ട്, പനിശരത്ത്, RJ ബിൻസി, പിന്നെ നമ്മുടെ ശൈത്യ, അങ്ങനെ എല്ലാവരും തന്നെയുണ്ട്. എല്ലാവരും നീറ്റ് കിടക്കുന്നത് കാരണം ആ വീട്ടിൽ നിന്ന് ഏറ്റവും അധികം ഇതായിട്ട് ഇറങ്ങിപ്പോയ ഒരാളാണ് നമ്മുടെ മസ്താനി തിരിച്ചു വരുമ്പോൾ പനിശരത്തുമായിട്ടുള്ളവർ, കാരണം അവർ രണ്ടുപേരും അതിന് ശേഷം കണ്ടിട്ടില്ല. രണ്ടുപേരുടെയും എന്താ പറയുക, ഇൻ്റർവ്യൂകളിലെല്ലാം തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കോമ്പായിരിക്കും. വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് സംഭവവികാസങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ അതിനേക്കാളേറെ ഉണ്ടാകുന്നത് പുറത്തുള്ളവർ, കാരണം ഇപ്പോൾ തന്നെ വീടിന് പുറത്തുള്ള എല്ലാവരും അനുവിന് എതിരാണ്. അവർ തിരിഞ്ഞു നിന്ന് അനീഷിനും അല്ലെങ്കിൽ അക്ബറിനും വേണ്ടിയിട്ടുള്ള പോരുവിളിയാണ് നടക്കുന്നത്. എല്ലാവരും അനുവിനെതിരാണ്, ഈവൻ ശൈത്യ പോലും. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഞാൻ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു, ഞാൻ PA ആണെന്ന് വരെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശൈത്യ കയറുന്നത്. ഞാൻ താലിയൊക്കെ വാങ്ങിക്കിട്ട് പോകാം, നാത്തൂൻ്റെ സ്ഥാനത്ത് നിന്ന് കെട്ടിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി അനുവിനെതിരെയുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇവർ 2 ദിവസം ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഇനി കളികൾ നന്നായിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം എല്ലാവരും മാറും, നല്ലവരുടെ ശരി വോട്ടുകൾ സ്പ്ലിറ്റ് ആകും. കാരണം ഇവരുടെ പനിശരത്തിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ RJ ബിൻസിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അവരുടെയൊക്കെ വോട്ടുകൾ ഇവർക്ക് മറിയും. അതൊരു വലിയൊരു ഇതാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും അവനവന് ഇഷ്ടപ്പെടുന്നതാണ്. അതേ ഞാൻ പറയുള്ളൂ. എൻ്റെ ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടമായിരിക്കില്ല അടുത്ത കേൾക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം. അപ്പോൾ അവനവന് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ഏതാണ് അവർക്ക് വോട്ട് ചെയ്യാൻ നോക്കുക. ഹോട്ട്സ്റ്റാർക്ക് തന്നെ കയറി വോട്ട് ചെയ്യുക. എന്തായാലും വോട്ട് മറിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇപ്പം നമ്മുടെ നെവിൻ്റെ കാര്യത്തിൽ കാണുന്നത്, അവന് അത്രയും ഇതായിട്ട് പോലും നെവിൻ പോകാതെ പിടിച്ചിരുന്നത് വോട്ട് മറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. അതിനേക്കാളേറെ നമ്മുടെ സാബുമൻ ആ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലേ പോലും മറ്റുള്ള കണ്ടസ്റ്റൻസിനോടുള്ള വിദ്വേഷം മൂലം അവർ പുറത്തു പോകാൻ, ആ കണ്ടസ്റ്റൻസ് പുറത്തു പോകാൻ വേണ്ടിയിട്ട് അവർ മറ്റ് കണ്ടസ്റ്റൻസിന് വോട്ട് മറിച്ചു കൊടുക്കണം. പോകുമെന്നുള്ള ഉറപ്പുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് മറിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് അവർ ആ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഇനി കാണും. അപ്പോൾ എന്തായാലും ടോപ്പ് 6 ആണെന്നുണ്ട്. അതിലൊരാൾ അനുവും നമ്മുടെ നൂറയുമാണെന്ന് എല്ലാവർക്കും അറിയാം. ബാക്കി 4 പേരും കൂടി ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും അവനവൻ്റെ കണ്ടസ്റ്റൻസിന് വോട്ട് കൊടുക്കാൻ ശ്രമിക്കും. കാരണം ഇനിയുള്ള ഒരു വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ ഇഷ്ടങ്ങളും ഇപ്പോൾ മുൻഷി ഒക്കെ പറയുന്ന